ശ്രീ ജോസഫ് ആന്റണി, നമുക്കറിയാം ഈ നമ്മൾ നേരിട്ട വല്ലാത്തൊരു ആഘാതമുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഉണ്ടായി, തിരിച്ചടിച്ചു വലിയ തോതിൽ. പാകിസ്ഥാനെ ആ തരത്തിൽ നമുക്ക് തകർക്കാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ടായി. യുദ്ധം വേണ്ട എന്ന് ഇങ്ങോട്ട് വന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള തരത്തിലുള്ള തിരിച്ചടിയൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോഴും ഭീകരത അവസാനിച്ചിട്ടില്ല, എന്തും ഏത് നിമിഷവും സംഭവിക്കാം. ഇതിനൊക്കെ നമുക്ക് വേണ്ടത് ലോകരാജ്യങ്ങളുടെ പിന്തുണയാണ്. ഒപ്പം കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയാണ് ആരാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലെന്നുള്ളത്. അതായിരിക്കുമല്ലോ ഏറ്റവും വലിയ ലക്ഷ്യമല്ലേ? നമ്മൾ 2-3 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഡെലിഗേഷനുമായിട്ട് ഇറങ്ങുമ്പോൾ ഒന്ന്, നമ്മൾ 2001 മുതൽ കണ്ട ഈ ഭീകരതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നൊരു ലോകമല്ല ഇപ്പോൾ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പിന്നെ 1990-80കളുടെ അവസാനം മുതൽ ഭീകരത നമ്മൾ അതിൻ്റെ അനുഭവവും ദുരിതവും ഒക്കെ പേറുകയും അത് ഇങ്ങനെ പാകിസ്ഥാനിൽ നിന്നും ഭീകരത ഉണ്ടാകുന്നു എന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അന്നൊന്നും പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ളവരാരും അത് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ 2001 ആക്രമണം ഉണ്ടായതിന് ശേഷമാണ് നമ്മളുടെ വേദന അവർക്ക് കൃത്യമായി മനസ്സിലായത്. അപ്പോൾ അന്ന് മുതൽ അവർ വളരെ ശക്തമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇപ്പോൾ വീണ്ടും ഈ ഭീകരത ഈ പ്രമുഖ രാഷ്ട്രങ്ങളുടെ ഒന്നും അജണ്ടയിൽ ഗൗരവമായിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരതയെ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായും അതിൽ കാണുന്ന ഒരു കാര്യം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ലോകത്തോട് പറയുന്നുണ്ടെങ്കിലും ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു നറേറ്റീവ്, ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു ആഖ്യാനം എന്നുള്ളത് ഈ പാകിസ്ഥാൻ പറയുന്നതിന് കുറച്ചുകൂടെ പ്രോമിനൻസ് കിട്ടുന്ന ആഖ്യാനങ്ങളാണ് വാസ്തവത്തിൽ വരുന്നത്. അതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി. ഈ വെല്ലുവിളി നേരിടുന്നതിന് വാസ്തവത്തിൽ നമ്മൾ ഈ ഡെലിഗേഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു തൊലിപ്പുറമേയുള്ള ചികിത്സയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ കാണേണ്ടത് നമ്മൾ പറയുന്നത് രീതിയിലുള്ള ആഖ്യാനങ്ങൾ ലോക മാധ്യമങ്ങളിൽ ലോക നേതാക്കളും ശ്രവിക്കുകയും അനുസരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് വാസ്തവത്തിൽ നാം ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമുക്ക് ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ ഫെയർ എന്ന് പറയുന്ന അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെ ഡിപ്ലോമാറ്റിക് കോറിലെ ഒരു ലേഡി എഴുതിയൊരു ലേഖനമുണ്ട്. അവർ പറയുന്നത്, ഞങ്ങൾ പാകിസ്ഥാനിൽ വരുമ്പോൾ പാകിസ്ഥാനിൽ ഞങ്ങൾക്ക് എവിടെ പോകണം, ഏത് മിലിറ്ററി ക്യാമ്പിൽ പോകണം, ഏത് മിലിറ്ററിയുടെ ഏറ്റവും ഉന്നതനായ വ്യക്തിയെ കാണണോ, അങ്ങനെ കാണണമെങ്കിൽ അവർ ഞങ്ങളെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും ഇവരുടെ എല്ലാം സ്ഥലത്ത് പോയി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നു. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ഇത്തരം സേനാ മേധാവികളെ ആരെങ്കിലും കാണണമെങ്കിൽ ഈ ബ്യൂറോക്രാറ്റിക് പ്രശ്നം, ഈ ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ, റിജിഡിറ്റി വളരെ വലിയ പ്രശ്നമായി മാറുകയും അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള വിവരം ഇന്ത്യയിൽ നിന്നും അറിയാൻ കഴിയുന്നില്ല എന്നൊരു പരാതി ഉന്നയിക്കുന്നുണ്ട്. ഒരു കാര്യം. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ഈ മാധ്യമമാണ് വാസ്തവത്തിൽ അജണ്ടകൾ നിശ്ചയിക്കുന്നത്. അങ്ങനെ അജണ്ടകൾ നിശ്ചയിക്കുന്ന ഈ ലോകത്ത് നമുക്കറിയാം, ഈ ചൈനയ്ക്ക് ഇപ്പോൾ അൽ ജസീറ എന്ന് പറയുന്ന ചാനലുണ്ട് ഖത്തറിന്, ചൈനയ്ക്ക് CGTN എന്ന് പറഞ്ഞ ചാനലുണ്ട്. CGTN ചാനലിന് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും നെയ്റോബിയിൽ നിന്നും അവർ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചൈന അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ലോകത്തൊട്ടാകെ അറിയിക്കാനുള്ള മാർഗത്തിലൂടെ അവർ ലോകം മുഴുക്കെ ഈ ഇംഗ്ലീഷ് വാർത്താ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ 2 കാര്യങ്ങൾക്ക് പുറമെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത്, നമ്മൾ 140 കോടി ജനങ്ങളുള്ള രാജ്യം, 3ാമത്തെ സാമ്പത്തിക ശക്തിയായി പോകാൻ പോകുന്ന രാജ്യമാണ്. ഈ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി, വലിയ ലോകശക്തിയായി വളരാൻ ശ്രമിക്കുന്ന രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് പേഴ്സണൽ നയതന്ത്ര രംഗത്തെ ഉദ്യോഗസ്ഥന്മാർ എത്ര പേരുണ്ട്? 1000-ൽ താഴെ മാത്രമേ ഉള്ളൂ. അതായത് വെറും 50 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ന്യൂസിലൻഡിന് 885 നയതന്ത്ര ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വെറും 1000-ൽ താഴെ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്കയ്ക്ക് 14,000 പേരുണ്ട്, ചൈനയ്ക്ക് 5,000-ലേറെ പേരുണ്ട്, ജപ്പാൻ 7,500 പേരുണ്ട്. എന്ന് പറഞ്ഞാൽ അതായത് ഈ ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥന്മാരാണ് വാസ്തവത്തിൽ ലോകത്തെ നമ്മുടെ കാര്യങ്ങൾ അറിയിക്കുകയും നമുക്ക് അനുകൂലമായ വാർത്തകൾ സൃഷ്ടിക്കുകയും ആഖ്യാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അല്ല, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമുക്ക് അങ്ങനെ ഒരു പിഴവ് ആ രംഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഭീകരത വല്ലാതെ അനുഭവപ്പെടുന്ന രാജ്യമാണ്. നമ്മൾ ശത്രു രാജ്യങ്ങളുടെ നടുക്ക് ജീവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പലതവണ ആക്രമണങ്ങൾ നേരിട്ട രാജ്യമാണ്. എന്നിട്ടും ആ മേഖലയിൽ നമുക്കൊരു ജാഗ്രത കുറവുണ്ടായി എന്ന് കരുതാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നമ്മുടെ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ കുറവാണെന്ന് വളരെ വർഷങ്ങളായി നമ്മുടെ ഈ നയതന്ത്ര രംഗത്ത് നിൽക്കുന്ന ആളുകളും റിട്ടയർഡായിട്ടുള്ള ആളുകളും ഒക്കെ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല, ഈ രംഗത്ത് ഒട്ടും തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ അജണ്ടകൾ നിശ്ചയിക്കുകയും നമ്മുടെ അജണ്ടകൾ മറ്റുള്ളവരെ അറിയിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം വാസ്തവത്തിൽ ഡിപ്ലോമാറ്റിക് പേഴ്സണലാണ് നിർവഹിക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ
നമ്മൾ 7 പിന്നെ ഗ്രൂപ്പുകളെ നമ്മൾ അയക്കുന്നു. 7 ഗ്രൂപ്പുകളെ അയച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമുക്ക് താൽക്കാലികമായി പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചിരിക്കുന്നുവെന്നും പാകിസ്ഥാനെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നുവെന്നും പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ പോലും നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ആക്രമിച്ചതെന്നും ഒരു യുദ്ധം ഒരു കാരണവശാലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുമൊക്കെ പറയുകയും ഭീകരതയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മൾ പറയാനാണ് പോകുന്നത്. ഇങ്ങനെ പറയാനായിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഇത് എത്രമാത്രം ഇമ്പാക്റ്റ് നമ്മുടെ ലോക സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പം ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ടെററിസം എന്ന് പറയുന്ന ഒരു അജണ്ട ഡൊണാൾഡ് ട്രംപിനില്ല. അതല്ലെങ്കിൽ എന്താണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കില്ല, ഫ്രഞ്ച് പ്രസിഡന്റിനില്ല. അവരെല്ലാം നേരിടുന്നത് പ്രശ്നം അവരുടെ ഡൊമസ്റ്റിക് ലെവലിലുള്ള വികസനത്തിൻ്റെയും വളർച്ചയുടെയും ഒക്കെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ അവരെ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞേക്കാം. പക്ഷേ ഇത് നിലനിൽക്കണമെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂവേഷൻ വേണം ഈ പ്രോസസ്സിന്. ഈ തൽക്കാലം ഈ 7 അംഗ ഡെലിഗേഷൻ കൊണ്ട് അല്ലെ 7 പ്രതിനിധി സംഘങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കറിയാം 51 അംഗ സംഘമാണ്, 51 രാഷ്ട്രീയ നേതാക്കൾ, 8 മുൻ അംബാസഡർമാർ അടങ്ങുന്ന 7 സംഘങ്ങളാണ്. അതായത് വിവിധ പാർട്ടികളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള എല്ലാ സർവകക്ഷികളിൽ നിന്നുള്ള പ്രതിനിധികളുമുണ്ട്. ശ്രീ